പ്രണയം എന്ന് പറയുന്നതിന് പല അർത്ഥതലങ്ങളുണ്ട് അല്ലേ. ഒരു ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും കാമുകന്മാരാണെങ്കിലും പ്രണയം എന്ന് പറയുന്നത് ഒരു നല്ലൊരു വികാരമാണ്, സമ്മതിച്ചു. പക്ഷേ അത് പലർക്കും അത് കൈപ്പേറിയ അനുഭവമായി മാറുന്ന സമയങ്ങളും ഉണ്ടാകാറുണ്ട് അല്ലേ. നമ്മൾ സാധാരണ വിചാരിക്കും കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രണയം ഇല്ല എന്ന്. പ്രണയം ഉണ്ടാകും. എന്നാന്നറിയാം, എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്ന ഭർത്താക്കന്മാരാണെങ്കിൽ അവരുടെ തീർച്ചയായിട്ടും പ്രണയം ഉണ്ടായിരിക്കും. അവർ നല്ലൊരു ഭർത്താക്കന്മാരായി നല്ലൊരു ജീവിതമായിരിക്കും അവർക്കുണ്ടായിരിക്കുക. ആ സമയത്ത് എല്ലാം തുറന്ന് സംസാരിക്കാത്ത കുടുംബങ്ങളിലാണ് പ്രശ്നങ്ങൾ പിന്നീട് വരുന്നത്. അത് ഒരു 3, 4, 5 വർഷം കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ഇടയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ സാധ്യത കൂടുതലാണ്. നമ്മൾ സാധാരണ കേട്ടിട്ടില്ലേ, അതായത് എന്നാ ഈ ചില ഭർത്താക്കന്മാർ ചായ കുടിച്ചോ, ചേട്ടൻ ചോറുണ്ടോ, അല്ലെങ്കിൽ ചേട്ടനിപ്പോൾ എവിടെയാ, ഇങ്ങനെ ഉള്ള വാക്കുകൾ സംസാരിച്ചുകൊണ്ടിരിക്കും. അത് വേണ്ട എന്നല്ല. പിന്നെ ചില ആണുങ്ങളാണേലും മോള് ചോറുണ്ടോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചോ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ടും കുറേ ചോദ്യം. ആ പ്രണയം എന്ന് പറയുന്നത് അത് ഒരു കുടുംബ ജീവിതത്തിലാകുമ്പോൾ, പ്രേമിക്കുന്ന സമയത്താണെങ്കിൽ കുഴപ്പമില്ല, കുടുംബജീവിതത്തിലാകുമ്പം അതല്ല അവിടെ ആവശ്യം. സീരിയസ് ആയ കാര്യങ്ങളും കൂടി നമ്മൾ സംസാരിക്കാൻ റെഡിയാകണം. അതിനൊരു സമയം സന്ദർഭമൊക്കെ കണ്ടെത്തി നമ്മൾ ഈ വീട്ടിൽ അന്നന്ന് നടക്കുന്നോ അല്ലെങ്കിൽ ജീവിതത്തിൽ നടക്കുന്നോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നമ്മൾ സംസാരിക്കാൻ നമ്മൾ റെഡിയായിരിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിനൊരു പക്വത വരുന്നത്, നമ്മുടെ ജീവിതത്തിലൊരു വിജയം സംഭവിക്കുന്നത്. അതായത് ചില ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം ഞാനിങ്ങനെ എൻ്റെ ഭർത്താവിനോട് പറയാം, എനിക്ക് എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് പേടിയാണ്, എനിക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ട്, എനിക്ക് അങ്ങനെയുണ്ട്, അല്ലെങ്കിൽ എന്നാ പറയണേ, നമുക്ക് സീരിയസ് ആയ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം എന്നോട് പറയുകയെന്ന് വെച്ചാൽ, എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയുക, മോള് ചോറുണ്ടോ, അല്ലെങ്കിൽ നീ സുഖമായിട്ടാണോ ഇരിക്കണത്, എടി വേറെ എന്തെങ്കിലും കാര്യം പറയുക, ഇങ്ങനെയൊക്കെ. അതിനൊരു ശ്രദ്ധയില്ലാണ്ട് ഞാൻ പറയുന്നതിനെ കേൾക്കാതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥ എന്ന് പറയുന്നത് ഏതൊരു ഭാര്യയെ സംബന്ധിച്ചും ദുഃഖം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. കാരണം നമ്മളെ കേൾക്കുന്നില്ലല്ലോ, നമ്മളെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാകും. അപ്പോൾ അത് നമുക്ക് പലപ്പോഴും വിഷമത്തിലേക്ക് മാറുകയും നമുക്ക് പിന്നെ അത് തുടർന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ ഒരു മനസ്സ് വരാതെ ആകുന്ന ഒരു അവസ്ഥയിലേക്കും കൂടെയുണ്ട്. അപ്പം നമ്മൾ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അത് സീരിയസ് ആണെങ്കിൽ ആ സീരിയസ് ആയിട്ട് രണ്ടുപേരും, ഭർത്താവ് പറയുമ്പോൾ ഭാര്യയും കേൾക്കാൻ റെഡിയാകണം, ഭാര്യ പറയുമ്പോൾ ഭർത്താവും കേൾക്കാൻ റെഡിയാകണം. പ്രണയത്തിൻ്റെ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള പ്രണയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേൾവിക്കാരാവുക എന്നുള്ളതാണ്. കേൾവിക്കാരായാൽ തന്നെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി ഇല്ലേ. കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമുക്ക് സീരിയസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കാൻ റെഡി ആയിട്ടുണ്ട്, തീർച്ചയായിട്ടും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തും. ആ ബന്ധം നല്ല ദൃഢമായൊരു ദാമ്പത്യ ജീവിതമായിട്ട് മാറുകയും ചെയ്യും. ആ സമയത്ത് നമ്മൾ പറയുന്ന കേൾക്കാൻ റെഡിയല്ല, അതിന് വേറൊരു കാര്യം എടുത്തിടുക, നമ്മൾ പറയുന്ന ശ്രദ്ധിക്കാതിരിക്കുക, അല്ലെങ്കിൽ മൊബൈലിൽ പണിതുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ടി വിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക, ഇങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് ബന്ധമില്ലാത്ത വേറെ ഒരു കാര്യങ്ങൾ എടുത്തിട്ട് സംസാരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ ബന്ധത്തിനകത്തുള്ള സ്നേഹം എന്ന് പറയുന്നത് അറ്റുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പരസ്പരം എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ പരസ്പരം കേൾക്കാനൊരു മനസ്സ് വയ്ക്കുക, പരസ്പരം സംസാരിക്കുക. അതാണ് ജീവിതത്തിലെ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യം. അതേപോലെ പ്രണയിക്കുന്നവരാണെങ്കിലും നമുക്ക് ജീവിതകാലത്തിൽ ആദ്യം പ്രണയം എന്ന് പറയുന്നത് തുടക്കത്തിൽ ഭയങ്കര സ്നേഹവും ഇതൊക്കെ ആയിട്ടാണ്. അതെല്ലാവരും അതെ, നമ്മളെക്കുറിച്ചൊന്നും അറിയാതെയാണ് നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നത് അല്ലേ. അത് കാമുകന്മാരാണെങ്കിലും അന്ന് നല്ല എന്നാന്ന് പറഞ്ഞാൽ തേൻ പുരട്ടിയ രീതിയിൽ നമ്മൾ സംസാരിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നല്ല മധുരമുള്ള രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അത് ജീവിതത്തിൻ്റെ അടുത്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ തേൻ പുരട്ടിയതൊന്നും അല്ല ജീവിതം എന്ന്, അതിലൊത്തിരി പ്രശ്നങ്ങളും ഒത്തിരി കാര്യങ്ങളും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അത് ജീവിതത്തിൽ എപ്പോഴും മനസ്സിലാക്കിയിട്ടേ നമ്മളൊരു ബന്ധത്തിനകത്ത് തുടക്കം കുറിക്കാവുള്ളൂ. പിന്നെയുള്ളത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരസ്പര സഹകരണവും പരസ്പര വിശ്വാസവും, എന്നാന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുകയും ഒരു ദിവസത്തിൽ അന്നെങ്കിലും നമ്മുടെ കാര്യങ്ങളൊക്കെ പരസ്പരം സംസാരിക്കുന്ന കുടുംബജീവിതം ഉണ്ടല്ലോ, നല്ലതായിട്ടേ മുന്നോട്ട് പോകുള്ളൂ. അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും അന്ന് തന്നെ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുക. അന്ന് തന്നെ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും ഓഫീസിൽ നടക്കുന്ന കാര്യം ഭർത്താവും ഭാര്യയാണെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക. അവിടെ എന്ത് സ്നേഹമായിരിക്കും, മക്കളെക്കുറിച്ചാണെങ്കിലും ഒക്കെ പരസ്പരം സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ കുടുംബജീവിതം സന്തോഷകരമാകുന്നത്.
അല്ലാതെ എപ്പോഴും എന്നു പറയണ മോനെ മക്കളെ മുത്തേ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ല ജീവിതം. ആ ജീവിതം കുറച്ച് നാളേ ഉണ്ടായിരിക്കുള്ളൂ. ജീവിതം എന്ന് പറയുന്ന സീരിയസ് ആയ അവസ്ഥയിലേക്ക് ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കും. ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ കാണും, ഭാര്യയ്ക്കും ഭർത്താവിനും ആണെങ്കിൽ പോലും, ഇല്ലേ? പിന്നെ നമ്മൾ പ്രേമിക്കുമ്പോൾ, നമ്മൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ പ്രേമിക്കുകയോ ചെയ്യുമ്പോൾ വിവാഹം കഴിച്ചവർ ഇങ്ങനെയുള്ള ഈ കുഞ്ഞു കുട്ടികളെ പോയി പ്രേമിക്കാതിരിക്കുക. അതായത് കല്യാണം കഴിക്കാത്തവരെ പോയി പ്രേമിക്കാതിരിക്കുക. കാരണം അവരെ ജീവിതത്തിൻ്റെ എല്ലാം ആസ്വദിച്ച വ്യക്തികളാണ്. അവരൊരു കല്യാണം കഴിച്ചവർ എന്ന് പറയുന്ന ഒരാളെ പ്രേമിക്കുമ്പോൾ ആ ഒരു നിമിഷത്തെ സുഖത്തിന് വേണ്ടിയിട്ടാണ് അവർ വന്ന് നമ്മുടെ കൂടെ കൂടുന്നത്. കുറച്ച് കഴിയുമ്പോൾ അവർ പൊടിയും തട്ടി അങ്ങ് എണീറ്റ് പോവുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ള വിവാഹബന്ധം, അങ്ങനെയുള്ള ബന്ധത്തിൽ ചെന്ന് ചാടുമ്പോൾ ഉണ്ടല്ലോ, ഈ നിരപരാധികളായ ഈ കല്യാണം കഴിക്കാത്ത കുട്ടികളായിരിക്കും അതിൽ പെട്ടുപോകുന്നത്. അവർക്ക് പിന്നെ ജീവിതത്തിൽ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ പരമാവധി പെണ്ണുങ്ങളാണെങ്കിലാണ്, പെണ്ണുങ്ങളും ഉണ്ട് അങ്ങനത്തെ കേട്ടോ. സ്ത്രീകൾ ഇഷ്ടം പോലെയുണ്ട്, കല്യാണം കഴിച്ച സ്ത്രീകൾ, കല്യാണം കഴിക്കാത്ത പയ്യന്മാർ വിവാഹം കഴിക്കുന്നവരും ഒക്കെ ഉണ്ട്. അപ്പം പരമാവധി നമ്മൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ നിന്ന് ഒഴിവായി പോവുക. അതൊന്നും ശാശ്വതമായ ഒരു വിവാഹ ജീവിതമോ അല്ലെങ്കിൽ ഒരു പ്രണയമോ അല്ല. അത് അപ്പോഴത്തെ താൽക്കാലിക സുഖത്തിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. അതൊക്കെ തെറ്റാണ്. ഒരു കണക്കിൽ പറഞ്ഞാൽ ഒരു വഞ്ചനയുടെ ഭാഗവും കൂടെയാണ്. കുറേ കഴിയുമ്പോൾ അവർ പറയും ഞാനൊന്നും അറിഞ്ഞില്ല, ഞാനങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് കൈ കഴുകി പോകാനുള്ള സാധ്യതയും കൂടെ കൂടുതലാണ്. അപ്പം ഇങ്ങനെയുള്ള ബന്ധങ്ങളിലെല്ലാം തുറന്ന് സംസാരിക്കുക. അതേപോലെ ഈ കല്യാണം നടത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നതാളാ, ഇന്ന വ്യക്തിയാ, എൻ്റെ സ്വഭാവങ്ങൾ ഇന്നതാ എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ അന്ന് അത് മറച്ചു വെച്ചിട്ട് പിന്നെ വിവാഹ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പം ആ തനി സ്വഭാവം പുറത്തെടുക്കുമ്പം പലപ്പോഴും തകർന്നു പോകുന്ന ബന്ധങ്ങളും ഒത്തിരിയുണ്ട്. ഞാനിതല്ലല്ലോ പ്രണയിക്കുന്നവർക്ക് അങ്ങനെ ഒത്തിരി പറ്റുന്നത് കേട്ടോ. കാരണം വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ എതിർത്ത് വന്നിട്ട് കുറച്ച് കഴിയുമ്പം ഓർക്കും നമ്മുടെ സ്വന്തക്കാരെയൊക്കെ എതിർത്ത് വന്നിട്ടായിരിക്കും നമ്മൾ വിവാഹം കഴിക്കണേ. കുറച്ച് കഴിയുമ്പോഴായിരിക്കും അവരുടെ സ്വഭാവം ഇതൊന്നും അല്ലാതെ വരുമ്പോഴാണ് ഈ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന പെൺകുട്ടിയും ആൺകുട്ടിയും തകർന്നു പോകുന്നത്. ദൈവമേ, ഞാൻ പെട്ടുപോയല്ലോ, പിന്നെ ഒരു മാർഗ്ഗവും ഇല്ലല്ലോ. പിന്നെ ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടാം വിവാഹത്തിലേക്ക് അത് കടക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ വരാണ്ടിരിക്കാൻ നമ്മൾ ആദ്യമേ എല്ലാം തുറന്ന് സംസാരിക്കുക. പിന്നെ ഈ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് കേൾവിക്കാരാവുക എന്നുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അതാണ് ഏറ്റവും നല്ല ഒരു സ്വഭാവം. നമ്മൾ കേട്ടിരിക്കുക, അതിനുള്ള മറുപടി പറയുക, അന്നൊന്ന് സൊല്യൂഷൻ കണ്ടെത്തുക. എന്തോ വലിയ പ്രശ്നങ്ങളാണെങ്കിൽ പോലും നമ്മൾ ചർച്ച ചെയ്യണം. അത് നമ്മുടെ ജീവിതത്തിൽ വിജയമേ ഉണ്ടാക്കുള്ളൂ. അല്ലാതെ നമ്മൾ ആ പ്രശ്നത്തെ ലഘൂകരിച്ച് കാണാതിരിക്കുക. അവർക്കൊരു വലിയ പ്രശ്നമായിരിക്കാം. ഇപ്പം എനിക്കൊരു പേടിയാന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് നിസ്സാര കാര്യമായിരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമാണ്. ശരിയല്ലേ? ഞാനൊരു കാര്യത്തെക്കുറിച്ച് എനിക്ക് പേടിയാണ്, അല്ലെങ്കിൽ എനിക്കിങ്ങനെ വണ്ടിയെ പോകുമ്പോൾ എന്നെ ഇടിക്കുമെന്ന്, എനിക്ക് വാഹനം വന്ന് ഇടിക്കുമെന്ന് എനിക്കൊരു പേടിയാണെന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയുന്നത് എനിക്കതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അയ്യോ, എനിക്കിങ്ങനെ ഒരു പേടിയുണ്ട് കേട്ടോ, എനിക്കറിയില്ല എന്ന് പറയുമ്പം അത് മൈൻഡ് ചെയ്യാതെ അതിനെ വകവയ്ക്കാതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ദുഃഖകരമായൊരവസ്ഥയാണ്. അത് നിനക്കെന്നാ പറ്റിയത് എന്താ, നമുക്കെന്നാ ഒന്ന് ഇത് പേടിക്കൊന്നും വേണ്ട, അല്ലെങ്കിൽ ഞാനൊന്ന് കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി ആ സമയത്ത്. പക്ഷെ അത് പറയാതെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞിട്ടും കേട്ടില്ലല്ലോ, അപ്പോൾ എന്നോട് ഇത്രയും സ്നേഹമുള്ളോ എന്നിങ്ങനെ ചിന്തിക്കും. ചില ഭാര്യമാർ രോഗത്തെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ മൈൻഡ് ചെയ്യാത്ത ഭർത്താക്കന്മാരുണ്ട്. അവർ ചെറിയ വേദനകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥിരം തലവേദനയാണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നിനക്ക് സ്ഥിരമുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് അത് കേട്ടപാട് മരുന്ന് മേടിക്കുക, നീ പോയി അല്ലെങ്കിൽ ഒരു ഗുളിക മേടിച്ച് കഴിക്കുക, ഇങ്ങനെ പറയും. പക്ഷേ അതെന്നാ ഒന്ന് ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞാൽ മതി, അത് കുഴപ്പമില്ല, നമുക്കൊന്ന് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കാം, പ്രശ്നം എന്നാ പറ്റിയേ എന്ന് നോക്കാം എന്നിങ്ങനെ പറഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അപ്പം മരുന്ന് മേടിച്ചില്ലെങ്കിലും അസുഖം ചിലപ്പോൾ കുറയും കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ഒരു ചെറിയ ട്രിക്കിലൂടെയാണ് നമ്മുടെ ജീവിതം കടന്നു പോകുന്നത്. അപ്പം ജീവിതം എന്ന് പറയുന്ന നിസ്സാര കാര്യമല്ല കേട്ടോ, ട്രിക്കൊന്നുമല്ല. അത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട, കുടുംബജീവിതം എന്ന് പറയുന്നത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം അതിൽ ചർച്ചകൾ ആണ് ഏറ്റവും പ്രധാനം. അത് സീരിയസ് ആയ കാര്യങ്ങളും ചർച്ച ചെയ്യണം, അല്ലാണ്ട് തേൻ പുരട്ടിയ വർത്തമാനങ്ങൾ കൊണ്ട് ഒരു കാര്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം.